എറണാകുളത്തെ ബഹുമാനപ്പെട്ട ദൈവജനത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒരു വിദേശ രാജ്യത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സീറോ മലബാർ സഭ 1999 കുർബാന ഏകീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു സഭയിൽ ഒരാരാധനാ രീതി മതി എന്ന ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ, വിദേശ രാജ്യങ്ങളിലെല്ലാം ദൈവജനം ഈ വിശുദ്ധ കുർബാനയുടെ പേരിൽ തമ്മിൽ തല്ലുമായിരുന്നു. കാരണം കേരളത്തിലെ ഈ 13 രൂപതകളിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തവർ തമ്മിൽ ഞങ്ങളുടെ രൂപതയിൽ ഇങ്ങനെയാണ് കുർബാനയർപ്പിക്കുന്നത്, നിങ്ങളുടെ രൂപതയിൽ ഇങ്ങനെയാണ് കുർബാനയർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്ത് കിടന്ന് തമ്മിൽ തല്ലുമായിരുന്നു വിശുദ്ധ കുർബാനയുടെ പേരിൽ. ആ വലിയ ദുരന്തമാണ് കുർബാന ഏകീകരണത്തിലൂടെ ഒഴിവായത്. അതിൻ്റെ ഗൗരവം എറണാകുളത്തെ ദൈവജനം മനസ്സിലാക്കും എന്ന് കരുതുകയാണ്. കുർബാന ഏകീകരിച്ചത് ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും തരം താഴ്ത്താനോ ആയിരുന്നില്ല. സഭയുടെ വിശാല കാഴ്ചപ്പാടും സഭയുടെ ദീർഘവീക്ഷണവും ഒന്നു മാത്രമായിരുന്നു കുർബാന ഏകീകരണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. പുണ്യശ്ലോകനായ കാലം ചെയ്ത അഭിവന്ദ്യനായിരുന്ന വർക്കിവിധേയത്തിൽ പിതാവിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ആശയമാണ് നമ്മുടെ ദൈവജനം ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പോയാലും അവര് നമ്മുടെ ലിറ്റർജിയുടെ പേരിൽ തമ്മിൽ തല്ലരുത്, എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ഒരേ രീതിയിലുള്ള കുർബാന അർപ്പിക്കണമെന്ന്. എന്നാൽ ആരൊക്കെയോ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു, ആരൊക്കെയോ ആ നല്ല ഉദ്ദേശത്തെ ചീത്ത ഉദ്ദേശമാണെന്ന് വ്യാഖ്യാനിച്ചു. കാലങ്ങൾ കഴിയുമ്പോൾ സത്യം വീണ്ടും വീണ്ടും തെളിമയോടുകൂടി പുറത്തു വരും എന്ന പ്രത്യാശയോടെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസി രൂപതകളിലെ ദൈവജനം കാത്തിരിക്കുന്നത്. അവർക്ക് വ്യക്തമായി അറിയാം, പല രീതിയിൽ കുർബാനയർപ്പിച്ചാൽ അത് ശരിയല്ല എന്ന്. എന്തിനേറെ, എറണാകുളത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ വരുന്ന എല്ലാ വൈദികരും അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന തന്നെയാണ്. ഈ വിഷയം എല്ലാവർക്കും അറിയാം. ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി പല പ്രാവശ്യം പലരും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇനിയും വ്യക്തത വരാതെ അന്ധമായി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് എറണാകുളത്ത് ഇന്നും കുർബാന പ്രശ്നം കത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ, ഹൃദയം തുറന്ന് വിശാലമായി ചിന്തിക്കാൻ ദൈവജനം തയ്യാറാകണമേ എന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.